Hi all. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ നെക്സ്റ്റ് സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ എക്സാം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അപ്പോൾ അധികം ഞാൻ വൈകിക്കുന്നില്ല, ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഡയറക്ട്ലി. നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്. എ 20-year-old boy was brought to the emergency department with respiratory arrest due to drowning. Cardiac resuscitation started. What is the major complication that might happen if treated after drowning quickly? ഡ്രൗണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴുക അല്ലെ, വെള്ളത്തിൽ വീഴുക, ആസ്ഫിക്സിയ പോലെയുള്ള റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക. റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് ഉണ്ടാവുക. വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ റെസ്പിറേറ്ററി അറസ്റ്റ് സംഭവിച്ച ഒരാൾക്ക്, അതായത് ഡ്രൗണിങ് സംഭവിച്ച ഒരാൾക്ക് ഏത് രീതിയിലുള്ള ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രണ്ട് രീതിയിൽ നമ്മൾ ഇത് റാഷണൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എന്തായാലും നിങ്ങൾക്ക് അറിയാം, അസിഡോസിസ്, ആൽക്കലോസിസ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എന്ത് കോംപ്ലിക്കേഷൻ ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരാൾ വാട്ടറിൽ വീണ് കഴിഞ്ഞാൽ, ഒരു പോണ്ടിലോ അല്ലെങ്കിൽ ഒരു സീലൊക്കെ വീണ് കഴിഞ്ഞാൽ അയാൾ വെള്ളം കുടിക്കും വയറ് വീർക്കുക മാത്രമല്ല നമ്മുടെ ലെങ്ങിലേക്ക്, റെസ്പിറേറ്ററിയിലെ ലെങ്ങിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു വാട്ടർ എൻ്റർ ചെയ്യുന്നു. നമ്മൾ പൾമണറി എഡീമ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു, അവിടെയൊക്കെ സംഭവിക്കുന്നത് പേഷ്യന്റിന് ഫ്ലൂയിഡ് അക്യുമുലേഷൻ വിത്തിൻ ദ ആൽവിയോളെ ഉണ്ടാവുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ ബ്ലഡിൽ എന്തിന്റെ അളവ് കൂടും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് റെസ്പിറേറ്ററി ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആയിരിക്കും എന്നുള്ളതല്ല. റെസ്പിറേറ്ററി ആസിഡോസിസിൽ നമുക്ക് കാണാൻ പറ്റും PCO2ന്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ റെസ്പിറേറ്ററി ആസിഡോസിസ് മാത്രമല്ല സംഭവിക്കുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒരാള് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളുടെ ബോഡി എന്താവും, ഭയങ്കര കൂളാവും അല്ലെ. കൂളാവുന്ന സമയത്ത് ബോഡിയെ ഹീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബേസൽ മെറ്റബോളിക് റേറ്റ്, അതായത് എനർജി പ്രൊഡക്ഷന്റെ ആ റേറ്റ് ബോഡി ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. നമുക്കറിയാം എനർജി പ്രൊഡക്ഷൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഹീറ്റ് ഉണ്ടാവുന്നത്. നമ്മൾ ഓർത്ത് വെക്കേണ്ടത് തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ ബോഡി ഷിവർ ചെയ്യുന്നതിന് ഒരു കാരണം മസിൽ കൺട്രാക്ഷൻ ആണ്. ശരിക്കും ഷിവറിംഗ് എന്ന് പറയുന്നത്. എന്തിനാ മസിൽ കൺട്രാക്ട് ചെയ്യുന്നത്? മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. മസിൽ കൺട്രാക്ട് ചെയ്യാൻ എനർജി വേണം. അപ്പൊ കൂടുതലായിട്ട് എന്ത് ചെയ്യും, എനർജി യൂസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റെസ്പിറേറ്ററി ആസിഡോസിസ് ഒരു ഭാഗത്തുണ്ടെങ്കിലും മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പേഷ്യന്റിന് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് കലോറി കൂടുതലായിട്ട് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, നോർമലി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം എന്ന് പറയുന്നത് എയറോബിക് മെറ്റബോളിസം ആണ്. ക്രബ്സ് സൈക്കിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എയറോബിക് മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന മെറ്റബോളിസം ആണ് എയറോബിക് മെറ്റബോളിസം. പക്ഷെ ഈ ഡ്രൗണിംഗ് ഉള്ള പേഷ്യന്റിന് എന്താ സംഭവിക്കുന്നത്, ബ്ലഡിൽ ഓൾറെഡി എന്തിന്റെ അളവ് കുറവായിരിക്കും, ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ഓക്സിജന്റെ അളവ് കുറവാവുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റിന് എനർജിക്ക് വേണ്ടിയിട്ട് എനേറോബിക് മെറ്റബോളിസം നടത്തും. എനേറോബിക് മെറ്റബോളിസം നടത്തുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ആണ് എനേറോബിക് മെറ്റബോളിസത്തിന്റെ ബൈ പ്രൊഡക്റ്റ്. അപ്പൊ വീണ്ടും ബോഡിയിൽ എന്ത് ഫോം ചെയ്യാണ്, ആസിഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ pHന്റെ ലെവൽ കുറയുന്നു. പേഷ്യന്റ് വീണ്ടും അസിഡോസിസിലേക്ക് പോകുന്നു. അപ്പം റെസ്പിറേറ്ററി ആയിട്ടും മെറ്റബോളിക് ആയിട്ടും പേഷ്യന്റ് എന്ത് കോംപ്ലിക്കേഷൻ വരാം, അസിഡോസിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ വരാം. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്, റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു ഡ്രൗണിംഗ് ഉള്ള പേഷ്യന്റിന് നമ്മൾ റെസിസ്റ്റേറ്റ് ചെയ്യുമ്പോൾ എന്ത് കോംപ്ലിക്കേഷൻ വരാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആൻസർ ഓർത്ത് വെക്കുക. ആൻസർ എന്ന് പറയുന്നത് പേഷ്യന്റ് എന്ത് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്, അസിഡോസിസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഓർത്ത് വെക്കണം. എന്താണ് വരാൻ ചാൻസ് ഉള്ളത്, അസിഡോസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പേഷ്യന്റിന്. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ എക്സാമിന് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പോയിന്റ് ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്ത് കോംപ്ലിക്കേഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളത്, അസിഡോസിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്യാസ്ട്രിക് സക്ഷൻ ക്യാൻ കോസ്. നമുക്കറിയാം ചില പേഷ്യൻസിന് നമ്മൾ നിൽപ്പർ ഓറിലൊക്കെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ്ട്രിക് സക്ഷനിങ് ചെയ്യാറുണ്ട്, റൈൽസ് ട്യൂബ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്ത് കോംപ്ലിക്കേഷൻ ആണ് ഗ്യാസ്ട്രിക് സക്ഷനിങ് ചെയ്താൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ആദ്യം ഓർത്ത് വെക്കേണ്ടത് സ്റ്റൊമക്കിന്റെ അകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത്. നമുക്കറിയാം സ്റ്റൊമക്കിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെക്രീഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ നമ്മൾ സക്ഷൻ ചെയ്യപ്പെടുമ്പോൾ എന്താണ് ബോഡിയിൽ നിന്ന് ലോസ് ആവുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് എന്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോസ് ആകുമ്പോൾ പേഷ്യന്റ് ആൽക്കലോസിസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആൽക്കലോസിസിലേക്ക് പേഷ്യന്റ് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത്
എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് GI സിസ്റ്റം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് മെറ്റബോളിക്കുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ എന്താ ആൻസർ വരുന്നത്? മെറ്റബോളിക് ആൽക്കലോസിസ് ആൻസർ വരും. മനസ്സിലായോ? അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. NPO ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ്ട്രിക് സക്ഷനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാവും. എങ്ങനെ മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാവുന്നത്? നമ്മൾ സക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ലോസ് ആവുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോസ് ആവുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും pH ആസിഡിന്റെ അളവ് കുറയും. ആസിഡിന്റെ അളവ് കുറയുമ്പോൾ പേഷ്യന്റ് എന്തിലേക്ക് പോകും? ആൽക്കലോസിസിലേക്ക് പോകും. ഇത് GI സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് മെറ്റബോളിക് ആൽക്കലോസിസ് എന്ന് പറയാം. ഇനി മറ്റൊന്ന് ഓർത്ത് വെക്കേണ്ടത്, ഈ ഡയറിയ പോലെയുള്ള കണ്ടീഷൻസിൽ ബൈകാർബ് ഒക്കെയാണ് കൂടുതൽ ലോസ് ആവുന്നത്. അവിടെ ആൽക്കലോസിസിന് വരും, അവിടെ ഉണ്ടാവുന്നത് അസിഡോസിസ് ആയിരിക്കും. ഡയറിയ പോലെയുള്ള കണ്ടീഷൻസിൽ ആൽക്കലോസിസ് വരും, അവിടെ അസിഡോസിസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മെറ്റബോളിക് ആൽക്കലോസിസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The nurse is assigned to care for the patient with Cushing syndrome or adrenal-cortical hormone syndrome on adrenal-corticoid hormones. അതായത് Cushing syndrome ഉള്ള പേഷ്യന്റ് ആണ്, സ്റ്റിറോയിഡ്സ് എടുക്കുന്നുണ്ട്. pH 7.2. which of the following conditions should the nurse expect the patient? ഓക്കെ, കുഷിംഗ് സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് ഒരു മെറ്റബോളിക് ആയിട്ടുള്ള പ്രോബ്ലം ആണല്ലോ. മെറ്റബോളിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് എന്ത് ആസിഡ് ബേസ് ഇംബാലൻസ് ആയിരിക്കും വരിക? മെറ്റബോളിക് ആയിട്ടുള്ള. ഓൾറെഡി അവർ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്? പേഷ്യന്റിന്റെ pH അവർ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര പേഷ്യന്റ് pH പറഞ്ഞിട്ടുള്ളത്? pH പറഞ്ഞിട്ടുള്ളത് 7.2 ആണ്. നോർമൽ pH എത്രയായിരുന്നു? 7.35 to 7.45 ആണ്. അപ്പൊ pH എന്ത് ചെയ്യുന്നു? കുറഞ്ഞിട്ടുണ്ട്. മെറ്റബോളിക് ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആയത് മെറ്റബോളിക് എന്തിലേക്ക് പോകും? പേഷ്യന്റ് മെറ്റബോളിക് അസിഡോസിസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A nurse reviewed a chart of 42-year-old man whose ABG analysis report shows pH 7.20, PCO2 35, bicarb 20. Which of the following the most likely interpretation of the finding in the report? Okay, നമ്മുടെ ABG അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. അവിടെ pH എത്രയാണ്? pH എന്ന് പറയുന്നത് 7.20 ആണ്. 7.20 ആണ് pH. അപ്പോൾ pH എന്താണ്? പേഷ്യന്റ് pH അത് കുറവാണ്. pH കുറവാണ്. pH കുറവാണെന്ന് എന്താ പറയുക? നമ്മൾ അസിഡോസിസ് എന്ന് പറയും അല്ലേ? ഓക്കെ, അസിഡോസിസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ്. ഓക്കെ, PCO2 എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 35 ആണ് തന്നിട്ടുള്ളത്. 35 എന്ന് പറയുന്നത് എന്താണ്? അത് നോർമൽ ആണ്. PCO2 എന്താണ്? നോർമൽ ആണ്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ബൈകാർബ് ആണ്. HCO3 എത്ര തന്നിട്ടുണ്ട്? 20 ആണ്. അപ്പൊ അതെന്താണ്? കുറവാണ്. അപ്പൊ നമ്മൾ സ്റ്റെപ്സ് നോക്കാം ABG അനാലിസിസിന്റെ. ABG അനാലിസിസിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ദ pH ആണ് അല്ലെ. pH കുറയുകയാണെങ്കിൽ അത് അസിഡോസിസും pH കൂടുകയാണെങ്കിൽ അത് ആൽക്കലോസും ആണ്. അപ്പം ഇവിടെ പേഷ്യന്റ് pH കുറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്ത് ഉറപ്പിക്കാം? പേഷ്യന്റിന് സംഭവിച്ചിട്ടുള്ളത് അസിഡോസിസ് ആണ്. അപ്പൊ ഇനി രണ്ട് അസിഡോസിസ് ഓപ്ഷൻ നോക്കിയാൽ മതി. ഇനി റെസ്പിറേറ്ററി ആണെങ്കിൽ എന്തിന് ചേഞ്ച് വരണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡിൽ ചേഞ്ച് വരണം. CO2 ലെവൽ നോർമൽ ആണ്. അപ്പം എന്തല്ല? റെസ്പിറേറ്ററി അല്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എന്താണ് നോക്കലാണ്? മെറ്റബോളിക് ആണ് നോക്കലല്ലേ. മെറ്റബോളിക് ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് pH കുറയുകയാണെങ്കിൽ ബൈകാർബ് കുറയും. അതായത് pH and bicarbonate is directly proportional എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ pH കുറയുന്ന സമയത്ത് ബൈകാർബ് കുറയുന്നു. അപ്പോൾ ഏതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും? മെറ്റാബോളിക് അസിഡോസിസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാം. ആൻസർ ഏതാ വരിക? മെറ്റാബോളിക് അസിഡോസിസ്. ABG നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ABGനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ പോയിന്റ് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A 20-year-old woman, a case of panic attack. The emergency department and arterial blood gas analysis done. pH 7.53, bicarb 22, PCO2 27. What is most likely? ഇത് നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു പോയിന്റ് ആണ്. ഈ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, പാനിക് അറ്റാക്ക് വന്ന പേഷ്യന്റിന് ഏത് ആസിഡ് ബേസ് ഇംബാലൻസ് ഉണ്ടാവും? ഡയറക്ട്ലി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാൻ ഓർത്തു? നമുക്ക് പേടി വരുന്ന സമയത്ത് നമ്മൾ റാപ്പിഡ് ആയിട്ട് റെസ്പിറേഷൻ എടുക്കും. റാപ്പിഡ് ആയിട്ട് റെസ്പിറേഷൻ എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പുറത്തു പോകും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് പുറത്തു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് പുറത്തു പോകുമ്പോൾ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? pH കൂടുവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് pH പേഷ്യന്റിന് കൂടുവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഓർത്ത് വെക്കേണ്ട പോയിന്റ്, പാനിക് അറ്റാക്ക് ഉള്ള പേഷ്യന്റിന് എന്തിന്റെ അളവ് ബ്ലഡിൽ കുറയും? PCO2ന്റെ അളവ് കുറവായിരിക്കും എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ പാനിക് അറ്റാക്ക് ഉള്ള ആൾക്ക് ജനറലി ഓർത്ത് വെക്കേണ്ട പോയിന്റ്, അവർക്ക് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരുന്നത്? കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? അവർ ബോഡിയിൽ നിന്നും പുറത്തേക്ക് കളയും. സ്വാഭാവികമായിട്ടും ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും.
നമ്മളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചില ആളുകൾ വരാറുണ്ട്, അതായത് എക്സാം ഫിയർ ഒക്കെ ആയിട്ട് പാനിക് അറ്റാക്ക് വരും, പേടിച്ചിട്ട് പാനിക് അറ്റാക്സ് വരുന്നു. അപ്പോൾ അവന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് റീബ്രീത്തർ മാസ്ക് കൊടുക്കുക എന്നുള്ളതാണ്. റീബ്രീത്തർ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പിലൊക്കെ ഒരു സാധാ പ്ലാസ്റ്റിക് കവർ അവരെ നോസും മൗത്തും കവർ ചെയ്തിട്ട് കുറച്ച് സമയം പിടിക്കാൻ വേണ്ടി പറയും. എന്തായിരിക്കും അതിന്റെ പർപ്പസ്? അങ്ങനെ പിടിക്കുന്ന സമയത്ത് അവർ എക്സേൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ഇൻഹേൽ ചെയ്യുകയും ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ബ്ലഡിൽ കൂടുകയും pH എന്ത് ചെയ്യുകയും ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. എങ്ങനെ അത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ H2CO3 എന്ന് പറയുന്നതാണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ശ്രമഫലമായിട്ട് ഇത് H2O-യും പ്ലസ് CO2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഇനി ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഫോം ചെയ്യണമെങ്കിൽ ആര് വേണം? ആ പോയിന്റ് ആണ് ഓർത്ത് വെക്കേണ്ടത്. കാർബോണിക് ആസിഡ് ഫോം ചെയ്യണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഒരു പേഷ്യന്റ് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഫോം ചെയ്യുന്നില്ല, ഈ H2CO3 ഫോം ചെയ്യുന്നില്ല. അവിടെ HCO3 മൈനസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ബൈകാർബണേറ്റ് ആണ് ഉണ്ടാവുക. ബൈകാർബണേറ്റ് കൂടുന്നത് കൊണ്ടാണ്, ആസിഡ് ഫോം ചെയ്യാത്തത് കൊണ്ടാണ് പേഷ്യന്റ് എന്തിലേക്ക് പോകുന്നത്, ആൽക്കലോസിസിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടേക്ക് പേഷ്യന്റ് എന്ത് കിട്ടേണ്ടതുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ റീബ്രീത്തർ മാസ്ക് റെസ്പിറേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓർത്ത് വെക്കേണ്ട പോയിന്റ്, pH കുറഞ്ഞിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ആൽക്കലോസ് ആണ് ഓർത്ത് വെക്കുക. PCO2 അളവ് കുറവാണ്. അപ്പൊ എന്തായിരിക്കും? റെസ്പിറേറ്ററി ആയിരിക്കും. എന്താണ് ഇതിന്റെ റാഷണൽ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താ ആൻസർ വരിക? റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. മനസ്സിലായല്ലോ? എക്സാമിന് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A client was admitted in the emergency room, mild metabolic acidosis associated with dehydration and potassium deficit. The doctor administered Hartmann solution എന്ന് വെച്ചാൽ റിംഗർലാക്ടേറ്റ് ആട്ടോ. റിംഗർലാക്ടേറ്റ് solution intravenously. Which of the following element of the lactate ringer solution is highest value? RLS, NS-ഉം RL നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഹയസ്റ്റ് വാല്യൂ ഉള്ളതാണ്. എല്ലാ ഐസോട്ടോണിക് സൊല്യൂഷനകത്തും ഹയസ്റ്റ് വാല്യൂ ഏതായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനത്തെ NS ആയാലും RL ആയാലും ഒക്കെ. കാരണം സോഡിയം എന്ന് പറയുന്നത് 135 to 145 മില്ലി ഈക്വലന്റ് ആണ്. സോഡിയത്തിന്റെ ലെവല് 135 to 145 ഉണ്ട് സോഡിയത്തിന്റെ അളവ്. പൊട്ടാസ്യം എത്രയേ ഉള്ളൂ? 3.5 to 4.5 3.5 to 5.2 ആണ് പൊട്ടാസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ സോഡിയത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഏകദേശം 135 to 145 ഉണ്ട്. അപ്പൊ എപ്പോഴും എന്തായിരിക്കും ആൻസർ വരുന്നത്? സോഡിയത്തിന്റെ അളവായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. സോഡിയത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഏതാണ് ആൻസർ വരിക? സോഡിയത്തിന്റെ അളവായിരിക്കും കൂടുതൽ ഉണ്ടാവും. അപ്പൊ ആൻസർ വരുന്നത് സോഡിയം ആയിരിക്കും. ആ പോയിന്റ് ഓർത്ത് വെക്കാം. ഇനി റിംഗർലാക്ടേറ്റിന്റെ അകത്ത് നോർമൽ സെലൈൻ ഇല്ലാത്തൊരു സൊല്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ പൊട്ടാസ്യം ആണ്. റിംഗർലാക്ടേറ്റിന്റെ അകത്ത് സോഡിയം കൂടാതെ എന്തും കൂടി അടങ്ങിയിട്ടുണ്ട്? പൊട്ടാസ്യം കൂടി ഉണ്ട്. എന്നാൽ NS-ന്റെ അകത്ത് നോർമലി നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ? സോഡിയം മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. സോഡിയത്തിന്റെ മോള് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ചോദിച്ചിട്ടില്ല, സോഡിയത്തിന്റെ മോള് ചോദിക്കുകയാണെങ്കിൽ 154 മില്ലി മോൾ പെർ ലിറ്റർ ഉണ്ട്. അതായത് റിംഗർലാക്ടേറ്റിന്റെ അകത്തും NS-ന്റെ അകത്തും സോഡിയത്തിന്റെ അളവ് എന്ന് പറയുന്നത് 154 മില്ലി ഈക്വലന്റ് ലിറ്റർ ആണ്. 135 to 145 നോർമൽ വാല്യൂ ആണെങ്കിലും ഇത്രയും എന്ത് അടങ്ങിയിട്ടുണ്ട്? സോഡിയം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള പോയിന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിംഗർലാക്ടേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. RL ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ്? ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. അപ്പൊ RL ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിക് സൊല്യൂഷൻ മറ്റൊരു എക്സാമ്പിൾ ആണ് എന്ത്? നോർമൽ സെലൈനും മറ്റൊരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Physician orders an intravenous fluid D5NS at 100 ml per hour. This is an example for which type of solution? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 5% ഡെക്സ്ട്രോസ് ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ്? വളരെ സിമ്പിൾ ആണ്. ഏതാണ് വരുന്നത്? 5% എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടിന്റെ അളവ് എന്താണ്? കൂടുതലായിരിക്കും. സൊല്യൂട്ടിന്റെ അളവ് കൂടുന്ന സൊല്യൂഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോട്ടോണിക് ആണോ അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് ആണോ ഹൈപ്പോട്ടോണിക് ആണോ? ഏതാ വിളിക്കുക? കൂടുതലല്ല. അപ്പൊ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ ഐസോട്ടോണിക്കിന് എക്സാമ്പിൾ ആണ് നോർമൽ സെലൈനും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റിംഗർലാക്ടേറ്റും. എങ്കിൽ
ഹൈപ്പർടോണിക്കിന് എക്സാമ്പിൾ ആണ് മാനിറ്റോൾ, ഡെക്സ്ട്രോസ്, 25D, 50 ഡെക്സ്ട്രോസ്, 50% ഡെക്സ്ട്രോസ് ഒക്കെ. ഹൈപ്പോട്ടോണിക്കിന് എക്സാമ്പിൾ ആണ് എന്ത്, ഹാഫ് NS. നമ്മളത് സൊല്യൂഷൻസ് എടുത്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13-year-old patient is admitted for diarrhea, vomiting. He looks pale and lethargic. A nurse is preparing to give IV hypotonic solution. Which IV solution is most appropriate? Blood pressure, vitals, ബാക്കിയുള്ളതൊക്കെ തന്നിട്ടുണ്ട്. BP 110/70, heart rate 76, respiratory rate 18, temperature 36. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. പേഷ്യന്റിന് കൊടുക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു ഏതാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ടുള്ളത്? ഹാഫ് NS ആണ്. ഹാഫ് NS എന്ന് പറയുന്നത് എത്രയാണ്? 0.445% ആണ്. NS ന്റെ പെർസെന്റേജ് എത്രയാണ്? 0.9 ആണ് NS. അപ്പം ഹാഫ് NS എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 0.45, അതായത് 0.9 ന്റെ പകുതി. അപ്പൊ ഇതിനകത്ത് ഏതാ വരുന്നത്? അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ തെറ്റിക്കരുത്. ആൻസർ ഏതാ വരിക? ഹാഫ് NS ന് മറ്റും നമുക്ക് എന്ത് പറയാം? 0.45% സോഡിയം ക്ലോറൈഡ്. അത് തന്നെയാണ് എന്ത് ഈ ഹാഫ് NS എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. Which of the following is an example for epidemic point of source? ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് എപ്പിഡമിക് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. എപ്പിഡമിക് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇതൊരു എപ്പിഡമിക് ഇൻഫെക്ഷൻ ആണ്. ട്യൂബർകുലോസിസ് ഒരു എപ്പിഡമിക് ഇൻഫെക്ഷൻ ആണ്. പക്ഷെ മൈക്രോബാക്ടീരിയം എന്ന് പറയുന്നത് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ആണ്. പബ്ലിക് ഹെൽത്ത് ഏജൻസി, കണ്ടാമിനേറ്റഡ് വാട്ടർ സോഴ്സ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പവലിയൻ. ഇതിന്റെ അകത്ത് എപ്പിഡമിക് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോൺ ഇൻഫെക്ഷൻ ആണ്. കോളറ എന്ന് പറയുന്നത് ഒരു ഓറോ എൻഡർ റൂട്ടിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വാട്ടർ ബോൺ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട പോയിന്റ് എപ്പിഡമിക് സോഴ്സ്. ഒരു സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരേ സമയത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും. ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വാട്ടർ സോഴ്സ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടാമിനേറ്റഡ് വാട്ടർ സോഴ്സ് ആണ് ഒരു സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിഡമിക് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഈ ക്വസ്റ്റ്യൻ അകത്ത്. ഇനി ഒരു എപ്പിഡമിക് ഇൻഫെക്ഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിലോ അത് ട്യൂബർകുലോസിസ് ആണ്. എപ്പിഡമിക് ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിസ് ഒരു സ്ഥലത്ത് റാപ്പിഡ് ആയിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്, എയർബോൺ കൂടിയാണ്. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അത് കണ്ടാമിനേറ്റഡ് വാട്ടർ സോഴ്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The nurse assesses the client and ileostomy for possible development of which of the following acid-base imbalance? ഇലിയോസ്റ്റമി ഉള്ള പേഷ്യന്റിന് ഏത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇലിയോസ്റ്റമിന്റെ അത് കൂടുതൽ ലോസ് ആവുന്നത് ബൈകാർബ് പോലെയുള്ള ന്യൂട്രിയൻസും കൂടുതൽ, കാരണം അത് എന്ത് ചെയ്യപ്പെടുന്നില്ല, അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് നമ്മൾ നേരത്തെ ഡയറിയ പറഞ്ഞതുപോലെ തന്നെ പേഷ്യന്റ് എന്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്? മെറ്റാബോളിക് അസിഡോസിസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏതാ ആൻസർ വരിക? മെറ്റാബോളിക് അസിഡോസിസ് ആണ് ആൻസർ വരിക. മെറ്റാബോളിക് അസിഡോസിസ്. ആൻസർ ഈസ് മെറ്റാബോളിക് അസിഡോസിസ്. മെറ്റാബോളിക് അസിഡോസിസ് ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A 32-year-old man develops chronic productive cough. He has not been feeling hungry and has lost 3 kg body weight. കഫ് പ്രൊഡക്റ്റീവ് ആണ്, വെയിറ്റ് ലോസ് ഉണ്ട്, വിശപ്പില്ല, അനോറക്സിയ ആണ്. On examination, the lung field there was diminished breath sound and widespread crackles. An early morning sputum culture was sent to the lab. നമ്മൾ ചോദിക്കുന്നത് ഇത് ഏത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ എക്സാമിന് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട പോയിന്റ്, ലങ്ങിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ഗോൺ ഫോക്കെ എന്ന് പറയും. ഗോൺ ഫോക്കെ, ഇതിന് വിളിക്കുന്ന പേരാണ് ഗോൺ ഫോക്കെ. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടി വി എടുക്കുന്ന സമയത്ത്. ഗോൺ ഫോക്കെ. അപ്പൊ നമ്മൾ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ എക്സ്റേ ഒന്നും ആവശ്യമില്ല, കാരണം പ്രൊഡക്റ്റീവ് കഫ് ഉണ്ട് പേഷ്യന്റിന്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ഉണ്ട്, അനോറക്സിയ ഉണ്ട്, സ്പ്യൂട്ടം കൾച്ചർ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഏതായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അതൊരു എയർബോൺ ഇൻഫെക്ഷൻ ആയിരിക്കും. ഏത് ഇൻഫെക്ഷൻ ആയിരിക്കും? എയർബോൺ ഇൻഫെക്ഷൻ. ടി ബി ആണല്ലോ കണ്ടീഷൻ. അപ്പൊ ടി ബി എന്ത് ഇൻഫെക്ഷൻ ആണ്? ടി ബി ഈസ് എൻ എയർബോൺ ഇൻഫെക്ഷൻ. അപ്പൊ പോയിന്റ് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇതിന് വിളിക്കുന്ന പേരാണ് ഗോൺ ഫോക്കെ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8-year-old man is diagnosed with tuberculosis, TB and negative pressure room. Is in negative pressure room. Which of the following should wear face mask?
അതായത് നെഗറ്റീവ് പ്രഷർ റൂമിലുള്ള ഒരു പേഷ്യന്റ്, ടിപ്പിക്കലി നമുക്കറിയാം നെഗറ്റീവ് പ്രഷർ റൂം ഐസൊലേഷൻ ആണ് കൊടുക്കേണ്ടത്. ആരൊക്കെയാണ് മാസ്ക് വെയർ ചെയ്യുന്നത്? പേഷ്യൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡർ, പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ആളുകൾ, ആർ people who enter the patient's room, person has close contact with the patient, family members who are at risk for infection. നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത് പേഷ്യന്റ് നെഗറ്റീവ് പ്രഷർ റൂമിലാണ്, പേഷ്യന്റ് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷനിലാണ് ഉള്ളത്, പേഷ്യന്റ് എയർബോൺ ഡിസീസ് ഉള്ള പേഷ്യന്റ് ആണ്. അപ്പൊ ആരൊക്കെ റൂമിൽ എൻ്റർ ചെയ്യുന്നുണ്ടോ അവരെല്ലാം എന്ത് വെയർ ചെയ്യേണ്ടതുണ്ട്? മാസ്ക് വെയർ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷൻസ് മാത്രം നോക്കിയാൽ പോരാ, ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ ആളുകളുടെയും പ്രൊട്ടക്ഷൻസ് എന്ത് ചെയ്യണം നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ ആൻസർ ഏതാ വരിക? ആൾ പീപ്പിൾ ഹു എൻറ്റേഴ്സ് ദ പേഷ്യൻസ് റൂം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യന് മുമ്പ് നമ്മളിപ്പോ കുറെ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ടിവിനെ കുറിച്ചൊക്കെ. അപ്പം ജനറൽ ആയിട്ട് ഉള്ള കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. എയർബോൺ ഇൻഫെക്ഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് ജസ്റ്റ് 3 കോളം ആക്കുക. എയർബോൺ, ഡ്രോപ്ലെറ്റ്, കോണ്ടാക്ട് ഉള്ള 3 കോളം ആക്കുക നിങ്ങളുടെ പേജിൽ നോട്ട്ബുക്കിന്റെ അകത്ത്. ഇതിനകത്ത് എയർബോൺ ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആണ് TB, എപ്പിഡമിക് ഡിസീസ്, സ്മാൾ പോക്സ്, മീസിൽസ്, ചിക്കൻ ബോക്സ്. ഡ്രോപ്ലെറ്റിന് എക്സാമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. മെനിഞ്ചൈറ്റിസ്, ഡിഫ്തീരിയ, റുബെല്ല, ഇൻഫ്ലുവൻസ, സ്ട്രെപ്റ്റോകോക്കസ്. മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, റീസെന്റ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് COVID-19 ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഇനി കോണ്ടാക്ട് വൈസ് സ്പ്രെഡ് ആവുന്ന ഇൻഫെക്ഷൻസ് RSV, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, MRS നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. RSV ഒക്കെ, സ്റ്റഫിലോകോക്കൽ ഇൻഫെക്ഷൻസ്, എബോള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ റീജിയൻ, സൗത്തേൺ ആഫ്രിക്കയിലൊക്കെ, അതേപോലെ തന്നെ ആ ഒരു മെഡിറ്ററേനിയൻ റീജിയനിലൊക്കെ ഏറ്റവും കൂടുതൽ എപ്പിഡമിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എബോള. എബോള കോണ്ടാക്ട് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലുണ്ടാവുക. ഡയറിയ ആയിട്ടാണ് അവർ കൂടുതലായിട്ടും, ഡീഹൈഡ്രേഷൻ വന്നിട്ടാണ് അവർ ഡെത്ത് ആവുന്നത്. കോണ്ടാക്ട് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം.